നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 5 ബുധൻ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. റെയിൽവേയിലും കടുത്ത അവഗണന. കേന്ദ്ര ബജറ്റിനൊപ്പം റെയിൽവേ ബജറ്റിലും കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച കേന്ദ്ര സർക്കാർ ഭരണഘടനാ നൈതികതയെ തെല്ലും വകവയ്ക്കുന്നില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ബി.ജെ.പിയും അവരുടെ രാഷ്ട്രീയ മിത്രങ്ങളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വഴിവിട്ട് പരിഗണിക്കുകയും മറ്റുള്ളവയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുമ്പോൾ തുല്യ പരിഗണന എന്ന ഭരണഘടനയിലെ ഫെഡറൽ തത്വവും കേന്ദ്രം മറക്കുന്നു. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നുപോലും റെയിൽവേ ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല. പുതിയ വണ്ടികളില്ല, പുതിയ പദ്ധതികളുമില്ല. കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 3042 കോടി രൂപയാണെന്നും അത് 2009-2014 കാലത്തെ UPA ഭരണത്തിൽ അനുവദിച്ചതിന്റെ 8 ഇരട്ടിയാണെന്നുമുള്ള റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വിശദീകരണം കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. 2014 മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ റെയിൽവേ വികസന പദ്ധതികളുടെ കണക്ക് ഉദ്ധരിച്ചാണ് അവഗണന ഇല്ലെന്ന് സമർത്ഥിക്കാൻ റെയിൽവേ മന്ത്രി വ്യഥ പാടുപെടുന്നത്. കേരളത്തിനായി 3042 കോടി നീക്കിവെച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വെറും 31 കോടി രൂപ മാത്രമാണ് വർധന എന്നത് മൂടിവെക്കുന്നു. 2377.6 കോടി രൂപ ലഭിക്കുന്ന മഹാരാഷ്ട്രയ്ക്കും 1066 കോടി രൂപ ലഭിക്കുന്ന ബീഹാറിനും 9417 കോടി രൂപ നീക്കിവെച്ച ആന്ധ്രയ്ക്കും വിഹിതത്തിൽ വൻ വർധന ഉണ്ടായെന്ന് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. 419 കിലോമീറ്റർ റെയിൽപാളം നിർമ്മിക്കുന്ന 8 പദ്ധതിയുടെയും 35 സ്റ്റേഷൻ നവീകരിക്കുന്ന അമൃത് പദ്ധതിയുടെയും കവച് സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ വരുന്ന 107 പ്രവൃത്തിയുടെയും ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള നീക്കിവയ്പ് മാത്രമാണ് 3042 കോടി രൂപ. എല്ലാം പ്രവൃത്തി നടക്കുന്ന പദ്ധതികൾ, പുതിയതൊന്നും അതിലില്ല. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചതേ ഇല്ലെന്നത് നാടിനോടുള്ള വെല്ലുവിളിയായി വേണം കണക്കാക്കാൻ. ഷൊർണൂർ മംഗളൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, ഷൊർണൂർ മംഗളൂരു മൂന്നാം പാതകൾ, തിരുവനന്തപുരം മംഗളൂരു നമോ ഭാരത് അതിവേഗ ട്രെയിൻ, എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ സ്ഥിരമായി വന്ദേ ഭാരത് ട്രെയിൻ, നിലമ്പൂർ നഞ്ചൻകോട് പാത, തലശ്ശേരി മൈസൂരു പാത, കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ പുതിയ പാത എന്നിവയ്ക്കൊന്നും ബജറ്റിൽ നിർദ്ദേശങ്ങളില്ല. എന്തിന്, ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്ന ശബരി പാതയെക്കുറിച്ച് ഒരക്ഷരം പോലും ഈ ബജറ്റിലില്ല. ഫണ്ട് വിഹിതം സംബന്ധിച്ച് സംസ്ഥാനവും റെയിൽവേ മന്ത്രാലയവും റിസർവ് ബാങ്കും ഉൾപ്പെടുന്ന ത്രികക്ഷി കരാറിൽ ഏർപ്പെടണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം ഇതുവരെ പാലിച്ചില്ല എന്നതാണ് ഇതിന് കാരണമായി മന്ത്രി പറഞ്ഞത്. 3810 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ സംസ്ഥാനം നൽകേണ്ട വിഹിതം നൽകാതെ വന്നാൽ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് റിസർവ് ബാങ്ക് കുറയ്ക്കുമെന്ന കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് നിർദ്ദേശം വന്ന കഴിഞ്ഞ നവംബറിൽ തന്നെ സംസ്ഥാനം വ്യക്തമാക്കിയതാണ്. പദ്ധതി തുകയുടെ 50% കിഫ്ബി വഴി വഹിക്കാമെന്നും ഈ തുകയെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കേരളം വ്യക്തമാക്കിയിരുന്നതുമാണ്. സാമ്പത്തിക ഞെരുക്കത്തിനിടെ കേരളത്തിന് ഇത്തരമൊരു കരാർ ഒപ്പിടാനാകില്ലെന്ന് വ്യക്തമായിരിക്കെ സാങ്കേതിക കാരണം പറഞ്ഞ പദ്ധതി ഒഴിവാക്കുകയായിരുന്നെന്ന് ഇത് വ്യക്തമാക്കുന്നു. നമോ ഭാരത് ട്രെയിനുകളും വന്ദേ ഭാരതും അനുവദിക്കാത്തതും സംബന്ധിച്ചും റെയിൽവേ മന്ത്രിക്ക് വ്യക്തമായ മറുപടിയില്ല. ട്രെയിനുകളുടെ ലഭ്യതയും വിവിധ റൂട്ടുകളുടെ ആവശ്യകതയും പരിഗണിച്ച് റെയിൽവേ ബോർഡാണ് പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയെന്ന മറുപടി ഒഴിഞ്ഞുമാറൽ മാത്രമായേ കണക്കാക്കാനാകൂ. ജനങ്ങളിൽ നിന്ന് പല വഴിയിൽ സമാഹരിക്കുന്ന പണം രാജ്യത്തിന്റെ നിലനിൽപ്പിനും വികസനത്തിനുമായി നീതിപൂർവകമായി വിതരണം ചെയ്യുകയെന്നതാണ് സർക്കാരുകളുടെ സാമ്പത്തിക ധർമ്മം. ബജറ്റുകളിൽ പ്രതിഫലിക്കേണ്ടത് ആ ജനാധിപത്യ നീതിയാണ്. എന്നാൽ രാജ്യവും ജനങ്ങളും തങ്ങൾക്ക് തീരെഴുതി കിട്ടിയതാണെന്ന സ്വേച്ഛാധിപത്യ ബോധമാണ് മോദി സർക്കാരിനെ ഭരിക്കുന്നതെന്ന് കേന്ദ്ര ബജറ്റിൽ കേരളം നേരിട്ട അവഗണനയെക്കുറിച്ച് മലയാളികളായ കേന്ദ്രമന്ത്രിമാർ നടത്തിയ ജൽപ്പനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭരണഘടനാ നൈതികതയെക്കുറിച്ച് അവർക്ക് കേട്ടുകേൾവി പോലുമില്ല. ഭരണഘടനയോടും അതുവഴി ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്തമാണ് ജനാധിപത്യ സർക്കാരുകളുടെ കാതലെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നതിന് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ കഴിയൂ. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.